ഇന്ന് നമുക്ക് നാടൻ രീതിയിലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. തേങ്ങയൊക്കെ ചുട്ട് മല്ലിയും മുളകൊക്കെ വറുത്തരച്ചിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറി. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ തേങ്ങയെല്ലാം ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ 2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2 തേങ്ങ കുറച്ച് നേരം അടുപ്പിലിട്ട് ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ചിരകിയെടുക്കാം. ഇനി നമുക്ക് ബാക്കി അരക്കേണ്ട സാധനങ്ങൾ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ചട്ടിയിലേക്ക് 2 മുതൽ 3 സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്കൊരു അര സവോള ഇടുക. അതേപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയിട്ട് ഒന്ന് മൂപ്പിക്കുക. എന്നിട്ടൊരു 1.5 സ്പൂണോളം കുരുമുളക്, ഒരു പിടി മല്ലി ഇത്രയിട്ടൊന്ന് നല്ലപോലെ ഇളക്കുക. മല്ലിയും കുരുമുളകും എല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 സ്പൂണോളം ഉലുവ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 സ്പൂൺ ജീരകം അതും കൂടി ആഡ് ചെയ്യാം. ഇനി ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 4 ഗ്രാമ്പു ഇത്രയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കുക. ഇനി നമുക്ക് എരിവിനാവശ്യമായ മുളകിടാം. ഞാനിവിടെ കശ്മീരി ചില്ലിയും എരിവുള്ള മുളകും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. മുളക് ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ ചുട്ടെടുത്തിരിക്കുന്ന തേങ്ങയും ഈ സാധനങ്ങളെല്ലാം കൂടെ അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഒരു കപ്പോളം വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചട്ടിയിൽ ഒരു 5-6 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് വഴറ്റാം. നമ്മളിവിടെ 2 സവോളയും ഒരു 2 പച്ചമുളകാണ് വഴറ്റാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. കറിവേപ്പില എത്ര ആഡ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. സവോള നല്ലപോലെ മൂത്ത് ബ്രൗൺ നിറാവുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. ഒരു 2 തക്കാളി വരെ നമുക്ക് ആഡ് ചെയ്യാം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മളിവിടെ 2.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. നമ്മളിവിടെ ഒരു 3 to 4 സ്പൂണോളം കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ഈ സമയത്ത് ചിക്കൻ വേവാൻ വേണ്ടി വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ചിക്കൻ തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങും. ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ ഒഴിക്കാം. അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാം. നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം കൂടെ ഒഴിക്കാം. വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം കറി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം. കറി ഒന്ന് തിളച്ച് ചിക്കനൊക്കെ നല്ലപോലെ വെന്താൽ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല നാടൻ ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങൾ കാസർഗോഡ് ഏരിയയിൽ ഒറോട്ടിയും ചിക്കൻ കറിയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക് യു. ബൈ.